ഓം നമ ശിവായ. ജ്യോതിഷ ചന്ദ്രികയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ അധ്യായത്തിലൂടെ പറയുന്നത് അശ്വതി നക്ഷത്രക്കാരുടെ ഈ മാസത്തെ വളരെയധികം ഗുണങ്ങൾ ലഭിക്കുന്ന ഒരു മാസമാണ്. അതിനെക്കുറിച്ചാണ് ഇന്ന് പരാമർശിക്കുന്നത്. എന്തെന്നാൽ അശ്വതി നക്ഷത്രക്കാർ ദേവഗണത്തിൽപ്പെടുന്നവരാണ്. അവരുടെ നാമാക്ഷരം നായും മന്ത്രാക്ഷരം ആയുമാണ്. ഇവരുടെ ധനലഗ്നം എന്ന് പറയുന്നത് മകരമാണ്. ഇവരുടെ മൃഗം കുതിരയും പക്ഷി പുള്ളുമാണ്. അതുപോലെ തന്നെ ഇവരുടെ വൃക്ഷം കാഞ്ഞിരമാണ്. ഇവർക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. കാരണം 3, 6, 9 ആണ് ഇവരുടെ ഭാഗ്യ അക്ഷരങ്ങൾ എന്ന് പറയുന്നത്, ഭാഗ്യ നമ്പറുകൾ. ആ ഭാഗ്യ നമ്പറുകളെ നമ്മൾ നോക്കുമ്പോൾ, കൂടാതെ ഇവരുടെ ഭാഗ്യദേവത എന്ന് പറയുന്നത് അശ്വിനി ദേവകളാണ്. ഈ ഭാഗ്യ നമ്പറുകളെ കുറിച്ച് നോക്കുമ്പോൾ 3, 6, 9 കൂടി കൂട്ടുമ്പോൾ നമ്മൾക്ക് 18 കിട്ടും. ആ 18ൻ്റെ 1ഉം 8ഉം കൂടി കൂട്ടുമ്പോഴും 9 ലഭിക്കുന്നത്. അതുകൊണ്ട് 9 എന്ന് പറയുന്ന സംഖ്യ ഇവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ടതാണ്. എല്ലാ നല്ല കാര്യങ്ങൾക്കും ഇവർ പുറപ്പെടേണ്ടത് ആ ഒരു തീയതി തിരഞ്ഞെടുത്തിട്ട് വേണം. അതുപോലെ തന്നെ 6, അതുപോലെ തന്നെ 3 ഇവയും ഏറ്റവും നല്ല ഭാഗ്യ നമ്പറുകളാണ്. ഇവർക്ക് അശ്വിനി ദേവകളാണ് ഇവരുടെ ദേവകൾ എന്ന് പറയാം, ഭാഗ്യദേവതകൾ. ആ അശ്വിനി ദേവകളെ ഇവർ പ്രാർത്ഥിക്കേണ്ടത് ഓ അശ്വിനി കുമാരേഭ്യായ നമ എന്നുള്ള മന്ത്രമാണ് ഇവർ ഉരുവിടേണ്ടത്. ഇതുകൂടാതെ ഇവർക്ക് ഈ അടുത്ത് വരാൻ പോകുന്നത് 3 ഗ്രഹങ്ങളുടെ മാറ്റങ്ങളാണ്. ഈ മെയ് മാസത്തോടു കൂടി 3 ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ വരുന്നു. ആ 3 ഗ്രഹങ്ങളെന്ന് പറയുന്നത് ഒന്ന് വ്യാഴമാണ്. മെയ് 4-ാം തീയതി വ്യാഴം മിഥുനം രാശിയിലേക്ക് മാറുന്നു. മെയ് 18-ാം തീയതി രാഹു മീനത്തിൽ നിന്നും കുംഭത്തിലേക്ക് മാറുന്നു. അതുപോലെ തന്നെ കേതു ചിങ്ങത്തിലേക്കും മാറുന്നു. എന്നാൽ ഇതുകൊണ്ട് ഇവർക്കുണ്ടാകുന്ന ഗുണങ്ങൾ എന്തെല്ലാമാണ്? ഇവരുടെ 11-ാം ഭാവത്തിലാണ് രാഹു നിൽക്കുന്നത്. ആ രാഹു നിൽക്കുമ്പോൾ, രാഹു നിൽക്കുന്ന രാശിയെ കൊണ്ട് വേണം രാഹുവിനെ പറയുവാൻ. കാരണം രാഹുവിനും കേതുവിനും പ്രത്യേകമായിട്ടുള്ള ബലങ്ങൾ ഇല്ല, പ്രത്യേകമായിട്ടുള്ള സ്ഥാനങ്ങളില്ല. അതുകൊണ്ട് അവർ ഏത് രാശിയിലാണോ നിൽക്കുന്നത് ആ രാശിനാഥനെ കൊണ്ട് വേണം ചിന്തിക്കുവാൻ. ശനി ഭഗവാനെയാണ് ചിന്തിക്കേണ്ടത്. 11-ാം ഭാവത്തിൽ രാഹു നിൽക്കുമ്പോൾ ആ ശനി 11-ാം ഭാവത്തിൽ നിൽക്കുന്നതിൻ്റെ പ്രയോജനങ്ങളാണ് ഇവർക്ക് വരുന്നത്. എന്നാൽ ഇവർക്ക് 7.5 ശനി കാലഘട്ടമാണ്. ആ 7.5 ശനി കാലഘട്ടം വളരെ കഠിനമല്ല എങ്കിൽ പോലും 7.5 ശനിയുടെ ചെറിയ ചെറിയ സൂചനകൾ ഇവർക്ക് വന്നു ചേരും. അതിനുവേണ്ടി അവർ 1 ക്യാരറ്റ് ഇന്ദ്രനീലം വാങ്ങിച്ച്, അതുപോലെ തന്നെ 1 ക്യാരറ്റ് 1 ഗ്രാം സ്വർണത്തിൻ്റെ മോതിരത്തിലാക്കി വലതു കൈയുടെ നടുവിരലിൽ ഇവർ അണിയണം. എന്നാൽ ഇവരുടെ ആ ശനിപ്പിഴ മാറുന്നത് വരെ ഇവർക്ക് ശനിദോഷം കഠിനമായി ഉണ്ടാകുന്നതല്ല. അതുപോലെ തന്നെ ഇവരുടെ കേതുവിനെ കൊണ്ട് പറയുമ്പോൾ, കേതു 5-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. 5-ാം ഭാവത്തിൽ നിൽക്കുന്ന കേതു എന്ന് പറയുന്നത് അത് ചിങ്ങം രാശിയാണ്. ചിങ്ങം രാശി ആദിത്യൻ്റെ രാശിയാണ്. ആദിത്യൻ എന്ന് പറയുമ്പോൾ അത് ശിവനാണ്. ശിവന് പഞ്ചാക്ഷരി മന്ത്രം കൊണ്ട് പുഷ്പാഞ്ജലി നടത്തണം. അതുപോലെ തന്നെ ഇവരുടെ സന്താനങ്ങൾക്കെല്ലാം തന്നെ വളരെയധികം ദോഷങ്ങളും ഒന്നും തന്നെ ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത ഒരു സാഹചര്യമാണ്. കാരണം അവിടെ ആദിത്യ ഭഗവാന്റെ എല്ലാവിധ കാരുണ്യങ്ങളും ഇവർക്കുണ്ടാകും. കൂടാതെ കൊണ്ട് തന്നെ ഇവരുടെ ജീവിതത്തിൽ ഇവർ സ്വന്തമായി അധ്വാനിക്കുന്ന സമ്പത്തുക്കൾ മാത്രമേ ഇവർക്ക് പ്രയോജനപ്പെടുകയുള്ളൂ. കുടുംബ സ്വത്തോ പൂർവിക സ്വത്തോ ഒന്നും തന്നെ ഇവർക്ക് വളരെയധികം ലഭിക്കുന്നതല്ല.
എന്നാൽ ഈ കാലഘട്ടത്തിൽ എന്ന് പറയുമ്പോൾ ഇവരുടെ ചിലരുടെയൊക്കെ ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകുകയും അകലുവാനുമുള്ള സാധ്യതകൾ വിദൂരമല്ല. കാരണം ഇവർക്ക് വളരെയധികം ആദർശ ധീരന്മാരാണ്. മാത്രമല്ല നിപുണ ബുദ്ധിയുള്ളവരാണ്. ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കുമ്പോൾ അവർ ബുദ്ധിപരമായിട്ട് ചിന്തിച്ച് വളരെയധികം ആലോചിച്ച് ഒരു തീരുമാനമെടുത്താൽ അതിൽ ഉറച്ചു നിൽക്കുന്നവരാണ്. ഇവർക്ക് കാര്യസാധ്യത്തിന് വേണ്ടി അവർ മാറുന്നവരല്ല. അതുപോലെ തന്നെ സ്വന്തമായിട്ടുള്ള കഴിവും സ്വന്തമായിട്ടുള്ള പ്രാപ്തിയും ഉള്ളവരാണിവർ. ഇവർ നല്ല ബുദ്ധി കൂർമ്മതയുള്ളവരാണ്. എന്നാൽ ഇവർക്ക് 23 വയസ്സ് മുതൽ 27 വയസ്സ് വരെയാണ് ഇവരുടെ വിവാഹപരമായിട്ടുള്ള കാര്യങ്ങൾ അഥവാ ദാമ്പത്യപരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത്. ആ 23-ാമത്തെ വയസ്സിൽ ഇവർക്ക് വിവാഹ സൗഭാഗ്യമുണ്ടാകും. മാത്രമല്ല ആ വിവാഹത്തിന് 27 വയസ്സിനുള്ളിൽ ഇവർക്ക് സന്താന ഗുണങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ഇവർക്ക് വളരെയധികം നേട്ടങ്ങളും അതുപോലെ തന്നെ ഇവർ വിചാരിക്കുന്നത് പോലെയുള്ള ധന സമൃദ്ധിയും ഉണ്ടാകുന്ന കാലമാണ് 29-ഉം 39-ഉം വയസ്സിനിടയിൽ. അപ്പോൾ ഇവർക്ക് സാമ്പത്തികപരമായിട്ടുള്ള വളരെയധികം നേട്ടങ്ങൾ അഭിവൃദ്ധികൾ ഉണ്ടാകും. ഇവർക്ക് സാഹിത്യപരമായിട്ടുള്ള കലകളിലും അതുപോലെ തന്നെ ചിത്രരചന തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ ഇവരെ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ ഇവർ വളരെ ഉന്നതിയിൽ എത്തിച്ചേരും. അതുകൂടാതെ ഇവരുടെ ജീവിതത്തിൽ വളരെ കഠിനമായിട്ടുള്ള സാഹചര്യങ്ങളെ നേരിടേണ്ടതായിട്ട് വരും. കാരണം ഇവർക്ക് രോഗങ്ങൾ വരുവാൻ സാധ്യതയുണ്ട്. ഉദരരോഗവും വാതരോഗവും ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളും ഇവർക്ക് വന്നു ഭവിക്കുവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഇവർക്ക് ശത്രുദോഷങ്ങൾ ഉണ്ടാകാം. ഇപ്പോൾ ശത്രുദോഷങ്ങൾ വളരെയധികം കുറവാണ്. കാരണം ഇവർക്ക് 2-ാം ഭാവത്തിൽ അതുപോലെ തന്നെ വ്യാഴം നിൽക്കുന്നതാണ്. മാത്രമല്ല ഇവരുടെ 11-ാം ഭാവത്തിലായിരുന്നു ലേക്കാണ് ഇപ്പോൾ ശനി അഥവാ രാഹു മാറുന്നത്. അതുകൊണ്ട് ഈ മാസം വളരെയധികം ശത്രുതക്കാരൊന്നും തന്നെ ഉണ്ടാകുന്നതല്ല. ഇവരുടെ വളരെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് 29-ഉം 39-ഉം വയസ്സുള്ളത്. ധനലാഭം സമൃദ്ധി എല്ലാം തന്നെ ഉണ്ടാകും. ഇവരുടെ 11-ാം ഭാവത്തിലേക്കാണ് രാഹു അഥവാ കുംഭൻ രാശിയിലേക്ക് വരുന്നത്. അതുകൊണ്ട് വളരെ നേട്ടങ്ങൾ ഇവർക്ക് 1.5 വർഷക്കാലം ഉണ്ടാകും. സന്താനങ്ങളെ കൊണ്ട് ഇവർക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്ന കാലഘട്ടം കൂടിയാണ് ഈ അടുത്ത 1.5 വർഷം. എന്നാൽ ഇവരുടെ ജീവിതത്തിൽ വളരെയധികം ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം തന്നെ പേറുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും. അതിന് കാരണം ഇവരുടെ 9-ാം ഭാവാധിപൻ എന്ന് പറയുന്നത് വ്യാഴമാണ്. ആ വ്യാഴം ഇവർക്ക് അനുകൂലമായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. ആ വ്യാഴം 9-ാം ഭാവാധിപനായതുകൊണ്ട് ഇവർ ആരെയും പറ്റിക്കുന്നവരോ വഞ്ചിക്കുന്നവരോ അല്ല. ഇവർ ദാനശീലരാണ്. ആർക്കും ഉദാരമതികളായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവർ ചെയ്തു കൊടുക്കുന്നവരാണ്. എന്നാൽ ഇവരെ ശത്രുക്കൾ വളഞ്ഞ് ആക്രമിക്കുന്നതായിട്ടുള്ള ഒരു കാലഘട്ടവും ഇവർക്ക് ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ട്. ഇവരുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാലഘട്ടം എന്ന് പറയുന്നത് 27 വയസ്സ് വരെയാണ്. എന്നാൽ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു 23 വയസ്സാണെന്ന്. എന്നാൽ വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങളും ധനപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ 27 വയസ്സിന് ശേഷമായിരിക്കും ഇവരുടെ ജീവിതത്തിൽ ലഭിക്കുന്നത്. ഇവർക്ക് ദുരിതങ്ങളും ദുഃഖങ്ങളും എല്ലാം തന്നെ മാറ്റുന്നതിന് വേണ്ടി ഇവർ ശിവഭഗവാനെ പഞ്ചാക്ഷരി മന്ത്രം കൊണ്ട് അതുപോലെ തന്നെ ശത്രുദോഷങ്ങൾ മാറ്റുന്നതിന് വേണ്ടി അഘോര മന്ത്രങ്ങൾ കൊണ്ടും പുഷ്പാഞ്ജലി ശിവഭഗവാന് പക്കപ്പിറന്നാൾ തോറും നടത്തുക. ഇവർക്ക് അതുപോലെ തന്നെ ഇവർക്ക് ആദിത്യൻ്റെയും ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും കാലഘട്ടത്തിൽ ദിശാസന്ധിയിൽ വളരെയധികം നേട്ടങ്ങൾ അഥവാ ഗുണങ്ങൾ ഇവർക്ക് ലഭിക്കുകയില്ല. അതിനുവേണ്ടി ഇവർ ചൊവ്വയെ ഇവർ പ്രീതിപ്പെടുത്തേണ്ടതാണ്.
ചൊവ്വ എന്ന് പറയുമ്പോൾ ഇവർ ചെയ്യേണ്ടത് എന്താണ്? സുബ്രഹ്മണ്യ സ്വാമിയെയാണ്. സുബ്രഹ്മണ്യ സ്വാമിയെ ഇവർ പൂജിക്കുകയും സുബ്രഹ്മണ്യ സ്വാമിക്ക് വഴിപാടുകൾ അർപ്പിക്കുകയും പുഷ്പാഞ്ജലി നടത്തുകയും അതുപോലെ തന്നെ ഇവരുടെ നാളും അതുപോലെ ചൊവ്വ ദിവസവും വരുന്ന ദിവസം ഇവർ ഭഗവാന് അർച്ചന നടത്തുകയും പുഷ്പാഞ്ജലി നടത്തുകയും ചെയ്യേണ്ടതാണ്. എന്നാൽ ആദിത്യ ഭഗവാന്റെ കാര്യം നമ്മൾ പറഞ്ഞു. അപ്പോൾ വ്യാഴത്തിൻ്റെ പിഴയിൽ ഇവർ വ്യാഴത്തിന് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുവാൻ വേണ്ടി മഹാവിഷ്ണു സ്വാമിയെ വളരെയധികം ഭജിക്കേണ്ടതായിട്ടുണ്ട്. അവർ മഹാവിഷ്ണുവിൻ്റെ മന്ത്രങ്ങൾ ഉരുവിടുകയും അത് പ്രാർത്ഥിക്കുകയും ചെയ്താൽ ഇവർക്ക് ദോഷങ്ങൾ മാറിക്കിട്ടുന്നതാണ്. അപ്പോൾ ഇവരുടെ ജീവിതത്തിൽ ഇനിയും ദുരിതങ്ങളും ദുഃഖങ്ങളും ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി ചെയ്യേണ്ടത് മുരുക ഭഗവാനെ അഥവാ സുബ്രഹ്മണ്യ സ്വാമിയെ മുറുക്കി പിടിക്കുകയും സുബ്രഹ്മണ്യ സ്വാമിയുടെ മന്ത്രങ്ങൾ ഉച്ചരിക്കുകയും മന്ത്രങ്ങൾ ജപിക്കുകയും ചെയ്യേണ്ടതാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞെന്നാൽ ജീവിതത്തിൽ വളരെയധികം ദോഷങ്ങളും ദുരിതങ്ങളും ഒന്നും തന്നെ ഉണ്ടാകാതെ ഇവർക്ക് കടന്നു പോകുവാൻ സാധിക്കും എന്നുള്ളതിന് തർക്കമില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ അധ്യായം ഇവിടെ പര്യവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരും കേട്ട് എല്ലാവർക്കും നല്ലവിധ മംഗളങ്ങളും ഈശ്വരാധീനവും വരുത്തണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ മംഗളം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം.